ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ്. മിൽക്ക് മെയ്ഡ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും ഞാനിവിടെ ഒരു 2 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കണ്ടൻസ് മിൽക്ക്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ പാലിൽ ചെയ്യുന്നതിനേക്കാളും നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റിയും തന്നെയാണ് പാൽപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂൺ ആണ് 1/4 കപ്പ് പഞ്ചസാരപ്പൊടി. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചൂടുള്ള വെള്ളം 1/4 കപ്പ് അതുകൂടി നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ശരിക്കും നല്ലൊരു കണ്ടൻസ് മിൽക്കാണ്. സാധാരണ നമ്മൾ പാലിൽ ചെയ്യുമ്പോൾ ഒരു ചുവപ്പ് വരാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് ഒരു പാനിലോട്ട് അങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അതിൽ നമ്മൾ ലാസ്റ്റാണ് അത് ചേർക്കുന്നത്. ഇത് നമുക്ക് അങ്ങോട്ട് അടുപ്പിലോട്ട് വെക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നന്നായിട്ട് തീ കുറച്ച് വെക്കുക. നല്ല ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റാണ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ആ കുറഞ്ഞ തീയിലിരുന്ന് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. നന്നായിട്ട് കുറുകിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നതിന് ശേഷമാണ് നമ്മളിതിൽ ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരു 2 മിനിറ്റോളം നല്ല തീ കുറച്ച് ഇതുപോലെ ഇളക്കുക. പിന്നെ നിങ്ങൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ അടിക്ക് പിടിച്ച് കട്ട പോലെ വരും. അതുകൊണ്ടാണ് ഈ പറയുന്നത് നന്നായിട്ട് തീ കുറച്ച് വെച്ച് തന്നെ ഇതൊന്ന് ചെയ്യുക എന്ന്. അപ്പോൾ 2 മിനിറ്റായി, ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ശരിക്കും നല്ല ആ ഒരു ഫ്ലേവർ തന്നെ മാറി. നല്ല മണവും ശരിക്കും കണ്ടൻസ് മിൽക്കിൻ്റെ അതേ മണം പോലെ തന്നെയുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് കംപ്ലീറ്റ് ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നിങ്ങളിതൊരു ബ്ലെൻഡറിലേക്ക് ഒഴിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്മൂത്താക്കി അരച്ചെടുക്കുക. ഇതുപോലെ ഇതിപ്പോൾ നന്നായിട്ട് കംപ്ലീറ്റ് ചൂടാറി ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമുക്ക് കേക്കിനൊക്കെ പറ്റിയ, ഐസ്ക്രീം കേക്കിനൊക്കെ പറ്റിയ നല്ലൊരു കണ്ടൻസ് മിൽക്ക് റെസിപ്പിയാണ്. നമ്മൾ പാൽ വെച്ച് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റിയാണിത്. നല്ലൊരു ഫ്ലേവറും നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഞാൻ ഈ കണ്ടൻസ് മിൽക്ക് ഉപയോഗിച്ചൊരു കേക്ക് റെസിപ്പി റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കണ്ടൻസ് മിൽക്ക് ഇല്ലായിരുന്നു. പെട്ടെന്ന് തോന്നി ഇങ്ങനെ ഒന്ന് റെഡിയാക്കാമെന്ന്. അപ്പോൾ തോന്നി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ തീർച്ചയായും ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ഒരു ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെയും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്.